ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ പുറത്തുവന്ന ചില യാഥാർത്ഥ്യങ്ങൾ രാജ്യത്തെ തന്നെ പിടിച്ചുലക്കുന്നതാണ്. BJP തുടർച്ചയായി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പോലീസ് സേന പൂർണ്ണമായും BJP പ്രവർത്തകരാൽ നിറഞ്ഞു കഴിഞ്ഞു. നിഷ്പക്ഷ ചിന്താഗതിയുള്ള പോലീസ് സേനാംഗങ്ങളെ തെരഞ്ഞുപിടിച്ച് കാവയണിയിക്കുന്നതിലും BJP സർക്കാർ വിജയിച്ചു കഴിഞ്ഞു. ഇതുവഴി കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അങ്ങ് UP-യിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം മത വിശ്വാസികളെ മാറ്റി നിർത്തിയ UP പോലീസിന്റെ കിരാത നടപടി വലിയ ചർച്ചയാവുകയാണ്. അതായത് നിയോജക മണ്ഡലങ്ങളിലെ പ്രദേശവാസികളെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ലാതിരുന്നിട്ടും ഡ്യൂട്ടിയിലുള്ള പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അട്ടിമറിക്കുകയായിരുന്നു. ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വോട്ടർമാരോട് തിരിച്ചറിയൽ കാർഡ് ആവശ്യപ്പെടരുതെന്ന് വോട്ടെടുപ്പിന് ഒരു ദിവസം മുമ്പ് കമ്മീഷൻ സംസ്ഥാന ഭരണകൂടത്തിനും പോലീസ് കമ്മീഷണർമാർക്കും മുതിർന്ന ഉദ്യോഗസ്ഥർക്കും കത്തയച്ചിരുന്നു. അതിനുള്ള ചുമതല പ്രിസൈഡിംഗ് ഓഫീസർക്ക് മാത്രമാണെന്നും ഓർമ്മിപ്പിച്ചിരുന്നു. അത് അവഗണിച്ച പോലീസ് വോട്ടർമാരോട് തിരിച്ചറിയൽ കാർഡ് കാണിക്കാൻ നിർബന്ധിക്കുകയും എതിർത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. ബയോഡാറ്റയും ആധാർ കാർഡും പോലും പോലീസ് ചോദിച്ചു എന്നതാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കേവലം താഴേക്കിടെയുള്ള പോലീസിന്റെ നടപടിയല്ല, മുകളിൽ നിന്നുള്ള ഉത്തരവാണ് നടപ്പിലാക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ സഖ്യത്തെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജയം താത്കാലിക പ്രതിഭാസമാണെന്ന് തെളിയിക്കുവാനുള്ള തത്രപ്പാടിലാണ് BJP നിൽക്കുന്നതും. ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതോടെയാണ് UP-യിൽ BJP-ക്ക് തിരിച്ചടി നേരിട്ടത്. ഇതോടെയാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നിഷേധിക്കാനുള്ള നിലപാടുകളുമായി UP പോലീസ് മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിലുണ്ടായ അസ്വാരസ്യങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും UP-യിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലങ്ങളിലേക്ക് RSSും BJP-യും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. UP-യിൽ നിന്നുള്ള RSS BJP നേതാക്കളുമായി രണ്ടാം നിര ഉൾപ്പെടെയുള്ള ഉന്നത RSS നേതാക്കൾ നിരവധി കൂടിക്കാഴ്ചകളാണ് നടത്തിയത്. തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് പാർട്ടിയുടെ മുഖമാകുമെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപപ്പെടുത്തുമെന്ന സന്ദേശവും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ UP-യിൽ നടക്കുന്ന 9 ഇടങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയം നേടേണ്ടത് യോഗി ആദിത്യനാഥിന്റെ ഒരു നിലനിൽപ്പിന്റെ കൂടി കാരണമായി കാണുന്നുണ്ട്. അതേസമയം പ്രചരണത്തിന്റെ തന്ത്രവും ഗതിയും നിർണ്ണയിക്കാൻ മോദിയെയും അമിത്ഷായെയും അനുവദിക്കാൻ ഇരു സംസ്ഥാനങ്ങളിലും RSS തയ്യാറായില്ല. മോദിയുടെ പ്രചരണത്തിൽ തൃപ്തരല്ലെന്ന് RSS സംസ്ഥാന നേതാക്കൾ തന്നെ വ്യക്തമാക്കിയതോടെയാണ് മോദിയുടെ സാന്നിധ്യം ഉത്തർപ്രദേശിൽ പിന്നോക്കം പോയതും എന്നതും ഒരു വസ്തുതയാണ്.